Hello. Hi. Welcome to my YouTube channel. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ രാത്രി 1 മണിക്ക്, അതായത് മിഡ് നൈറ്റ് 1 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ കിടന്നുറങ്ങാൻ പോയി, പക്ഷേ ഉറക്കം വരുന്നില്ല. പിന്നെ ഞാൻ ഈ ഹാളിൽ വന്നു, കുറച്ച് നേരം ചുമ്മാ കുറച്ച് പാട്ടൊക്കെ കേട്ടിരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടും ഉറക്കം വരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം വെറുതെ റീൽസൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഉറക്കം വരുന്നില്ല. ശരിയാണ്, റീൽസ് കണ്ടുകൊണ്ടിരുന്ന ഉറക്കം വരില്ല, അത് വേറെ കാര്യം. പിന്നെ ഞാൻ കുറച്ച് നേരം വെറുതെ കണ്ണടച്ചിരിക്കാൻ നോക്കി, എന്നിട്ടും ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് പല ആൾക്കാർക്കും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പം ഇതൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു. അതായത് നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് എന്തെങ്കിലും കുറച്ച് എക്സൈറ്റ്മെൻറ്റ്, നാളെ ഇവിടെ പോകണം, അല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പേഴ്സണലി ഹാപ്പിനെസ് കൂടുതലുള്ള സമയത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഉറക്കം പോകുന്ന ഒരു ടെൻഡൻസി ഉള്ള ആളുകൾ എന്നെപ്പോലെ ഉണ്ടെങ്കിൽ, എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വിച്ച് ഇട്ട പോലെ ഉറങ്ങും, ഭയങ്കര ടെൻഷനൊക്കെ ആണെങ്കിൽ. പക്ഷെ ഭയങ്കര സന്തോഷം വന്നു കഴിഞ്ഞാൽ നാളെ അയ്യോ അതെന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഞാനതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉറക്കം അങ്ങനെ സ്വിച്ച് ഇട്ട പോലെ പോകും. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്. എനിക്ക് കുറച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എൻ്റെ ഉറക്കം പോയി. അപ്പോൾ കുഞ്ചുവിൻ്റെ അടുത്തുനിന്ന് ഞാൻ എണീറ്റ് ഹാളിൽ വന്നിരുന്നു. കുറേ നേരമായിട്ടും എനിക്ക് ഉറക്കം നടക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പതുക്കെ ഒന്ന് കുഞ്ചുവിനെ എഴുന്നേൽപ്പിച്ചിട്ട് ഒരു ഡ്രൈവിന് പോയാലോ എന്ന്. എന്തെങ്കിലും വല്ല ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ പോയിട്ടൊരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ചുമ്മാ ഒരു ഡ്രൈവിന്, ഒരു ഊബർ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വരിക. കാരണം ഞങ്ങൾക്ക് ഇവിടെ കാറൊന്നുമില്ല, അപ്പോൾ ഊബർ പിടിച്ചിട്ട് പോയിട്ട് വരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. കുഞ്ചുവിനെ വിളിക്കണോ വേണ്ടയോ എന്നുള്ള ഇങ്ങനെ ആലോചനയിലിരിക്കുകയാണ്. ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു വിളിക്കാമെന്ന്. കാരണം ഉറക്കം വരുന്നില്ല, എന്ത് ചെയ്യാനാ, വിളിക്കാം അല്ലേ. ഇങ്ങനെയുള്ള ഭാര്യമാർ ഉണ്ടാവുമല്ലോ, ഉറക്കം വരാതിരിക്കുമ്പോൾ ഭർത്താവിനെ വിളിക്കുന്ന ചില ചൊറിച്ചിയായിട്ടുള്ള ഭാര്യമാരുണ്ടാവുമല്ലോ. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനെന്നും വിചാരിച്ചോളൂ. പക്ഷെ എല്ലാ സമയത്തും ഒന്നുമില്ല, വളരെ റെയറായിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ. എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം. ഓക്കെ കുഞ്ചു, അവിടെ നിൽക്കാതെ വാ, വീഡിയോ എടുത്തോണ്ടിരിക്കുക ഞാൻ, യൂട്യൂബ് വീഡിയോ. ഉറക്കം വരാത്ത രാത്രികളിൽ യൂട്യൂബ് വീഡിയോ എടുക്കണം എന്ന് എനിക്കറിയാം. ഞാൻ 1 മണിക്ക് എണീറ്റ്, അറിയോ, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്റെ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടി ഇരുന്നപ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല. മറ്റേ സാധനം, പുതിയ സംഭവം അത്. അതൊക്കെ പോട്ടെ, ഇത് പറ, നമുക്കൊരു ഡ്രൈവിന് പോയാലോ ഈ സമയത്ത്? അല്ല, ഊബറിൽ നമുക്ക് പോയിട്ട് ഡ്രൈവ് ആവുമല്ലോ, അത് ചുമ്മാ പുറത്ത് ചായ കുടിച്ചിട്ട് വരാമെന്നോ? അങ്ങ് പോണം, അങ്ങ് പോയെന്തോ എന്നാ ഒരു കാര്യം ചെയ്യാം, ചുമ്മാ നടന്നിട്ട് വരാം. നമ്മുടെ ഈ വേലൻ നഗറിക്കട അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വന്നാൽ. ഓഹോ, എന്തെങ്കിലും ഒരു തീരുമാനം, എന്തെങ്കിലും ഒരു ഇത് ചെയ്യാം. സിനിമ കാണാൻ ഞാൻ ശ്രമിച്ചു, ഉറക്കം വരുന്നില്ല. ബുക്ക് വായിക്കാൻ എനിക്ക് വയ്യ. റീല് അല്ല, യൂട്യൂബ് വീഡിയോ അല്ലല്ല, അതെന്താണെന്നറിയോ, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ മിഡ് നൈറ്റ് വ്ളോഗ് ഒക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേളിവാണി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മിഡ് നൈറ്റിൽ ഉറക്കം വരാതെ വീഡിയോ എടുക്കുന്നു, എന്നിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, എനിക്ക് മാഗി ഉണ്ടാക്കി തരുമോ? അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചാലോ? സമയം 2 മണിയായി. നമ്മൾ 7 മണി 8 മണിക്ക് എന്തിനാ നമ്മൾ നേരത്തെ കഴിക്കുന്നതിനാണ് ഹെൽത്തി ആവാൻ. ഇനിയിപ്പോ രാത്രി എന്തിനാ ഈ സമയത്ത് കഴിക്കണേ? എന്നാ മാഗി ഉണ്ടാക്കാം. ഉറങ്ങുന്ന ആള് പിന്നെ എന്താ പ്രശ്നം? അതറിയില്ല, ഇനിയിപ്പോ അതിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഒരു ദിവസം മാത്രം നമുക്ക് മാഗി ഇവിടെ ഉണ്ട്. മാഗി ഉണ്ടാക്കി കഴിക്കാം, എന്നിട്ട് ഉറങ്ങാം. കുഞ്ചു ഉണ്ടാക്കി താ, ഞാൻ കഴിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ യൂട്യൂബ് കണ്ടന്റ്. അങ്ങനെ കേട്ടോ,
ഇന്നത്തെ യൂട്യൂബ് കണ്ടന്റ് അതാണ്. കുഞ്ചു എനിക്ക് മിഡ് നൈറ്റിൽ മാഗി ഉണ്ടാക്കി തരുന്നതിന്റെ ആ മനോഹര കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നത്. രാവിലെ ഒന്നും ഉണ്ടാക്കി തരില്ല. ഓക്കെ ഓക്കെ, അപ്പോ കുക്കിംഗ് ആരംഭിച്ചാലോ? അതെനിക്കറിയാലോ, അത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. ആ സാരില്ല, കുഞ്ചു കഴിക്കും. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ കഴിക്കും, എന്നോട് സ്നേഹമില്ല. വാവ്, ഇത് മാസ് ഡയലോഗ്. ഇത് നോക്കിക്കൂടെ, യൂട്യൂബിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ വേണം എന്നൊക്കെ പറയും. യൂട്യൂബിലെ ആൾക്കാരുടെ കണ്ണിലുണ്ണിയാണ് പ്രേം ജേക്കബ്. എല്ലാവരും പറയും, ഓ സ്വാസികയ്ക്ക് എങ്ങനെ ഈ പ്രേം ജേക്കബിനെ കിട്ടി? അങ്ങനെ ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഭയങ്കര ഇഷ്ടത്തിന്റെ സംഭവമൊന്നുമില്ല. ഒഴിക്കണോ? ഞാൻ ആദ്യം വെള്ളം ഒഴിക്കണതിന് മുമ്പ് ഇത് കത്തിക്കണം, മനസ്സിലായല്ലോ? കത്തിക്ക് മോനെ അങ്ങോട്ട് വേണം, ആദ്യം കത്തിക്ക്. ഗ്യാസ് ഒക്കെ ഉണ്ട്, കത്തിച്ചിട്ട് ഈ വെള്ളം അങ്ങ് ഒഴിക്കുക. അതെ, വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒഴിക്കേ. അത് പറ്റില്ല, അതൊക്കെ വേണം. എന്നിട്ട് ചേട്ടനും കുഞ്ചു മാഗി കഴിക്കുന്ന ഒഴിക്കും മാഷേ. അല്ലല്ല, അത് എല്ലാം ചെയ്യണം, മൾട്ടി പർപ്പസ്. ഒഴിക്കുക മാഷേ. ആ അല്ലല്ല, മൊത്തം ഒഴിക്ക്. ഒഴിക്ക് അങ്ങോട്ട് ഒഴിക്ക്, ഞാൻ പറയാം. അത് തിളക്കണം. വാ, എന്നാ ഇപ്പൊ കഴിച്ചോ. കഴിച്ചു. കോളേജിലൊക്കെ നിങ്ങള് പലതും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? രാത്രി പാതിരാത്രി എണീറ്റിട്ട് കുക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? ആ ഒരു കോളേജ് വൈബിലേക്ക് കുഞ്ചുവിനെ കൊണ്ടുവരാനാണ് എന്റെ ആഗ്രഹം. ഒരുമാതിരി തന്ത വൈബ് കാണിക്കരുത്. അതാ പറഞ്ഞ തന്ത വൈബായി. Yeah, because you are tanda vibe. ഞാൻ പക്ഷെ അങ്ങനെയല്ല. എന്റെ ആ കോളേജ് കാലമാണ് ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ മാഗി ഓർഡർ ചെയ്ത് ഹോസ്റ്റലിലെ പിള്ളേരൊക്കെ അങ്ങനെ കണ്ടിട്ടില്ലേ? അതൊക്കെയാണ് എൻ്റെ. ബിക്കോസ് ഐ എം സ്റ്റിൽ യങ്. എൻ്റെ മുഖം കണ്ടാൽ പ്രായം തോന്നുമെങ്കിലും എൻ്റെ മനസ്സ് യങ് ആണ്. യങ് എന്ത് പറഞ്ഞാലും അല്ല, ഇത് ഇന്നാള് നമ്മള് ചേട്ടനും നമ്മളെല്ലാരും കൂടി ഇവിടെ ഉള്ള ദിവസം മേടിച്ചതാണ്. തിളച്ചു. മസാല പൗഡർ ഇടൂ. ആ അതെ, ഞാൻ അങ്ങനെ എടുക്കുന്നത്. മസാല പൗഡർ ഇടും. അങ്ങനെയല്ല. യെസ്. അപ്പൊ കുഞ്ചു എങ്ങനെ ഉണ്ടാക്കുന്നത്? എന്നിട്ട് ഞങ്ങൾ ആദ്യം തിളച്ച വെള്ളത്തിൽ മസാല ഇടും. എന്നിട്ട് ജസ്റ്റ് അതൊന്നും ഇങ്ങനെ ആവുമ്പോ അതിലേക്ക് മാഗി പിടിച്ചിടും. രണ്ട് ചെയ്താലും ഈക്വൽ ആണ്. മാഗിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് എന്നൊന്നുമില്ല. മസാലപ്പൊടി അമ്മ സ്ട്രെയിൻ ചെയ്ത് അമ്മയ്ക്ക് അല്ലെങ്കിൽ മനസ്സിലായി അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇരട്ടിപ്പണി ചെയ്തില്ലെങ്കിൽ സമാധാനം ഇല്ല. അതെ, ഒരു സാധനം പോലും സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെ, എന്ത് കാര്യത്തിനും എക്സ്ട്രാ ഒരു 100 ഇരട്ടി പണി ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുള്ളൂ. ടേസ്റ്റ് ഉണ്ടാവും. അല്ല, പക്ഷെ ഇത് ചെയ്യുന്നോണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടാവുമോ? മാഗിയുടെ മസാലപ്പൊടി ഇങ്ങനെ ഭയങ്കര അൺഹെൽത്തി സംഭവമൊന്നുമല്ല. പുതിയ സ്റ്റഡീസിലെല്ലാം അജിനോമോട്ട, MSG, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, കെമിസ്ട്രി ഇൻ മീ. അതത്ര കുഴപ്പമൊന്നുമില്ല സംഭവം. പൊട്ടിക്കണ്ടേ? വേണം കുഞ്ചു. വയ്യടേ, എന്തോന്ന് ഒരു മാഗി പൊട്ടിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്. ക്രഷ്. വീഡിയോ വെരി ഗുഡ്. ഇനി പതുക്കെ നമുക്ക് തീ കുറച്ച് കൂട്ടി വെക്കാം. അങ്ങനെയാണ്. ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ അത് എന്റെ ഇതാവൂലേ?
ഇത് എനിക്ക് കുഞ്ചു ഉണ്ടാക്കി തന്നിട്ട് ഞാൻ കഴിക്കുന്നത്. ദാറ്റ് ഈസ് മൈ വൈബ്. പകല് മോൻ എനിക്ക് എന്താ ഉണ്ടാക്കി തന്നിരിക്കുന്നത്? ഒരു ഡിഷിന്റെ പേര് പറയൂ. നീ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലല്ലോ, നീ ഫുൾ അടുക്കളയിലല്ലേ. ആഹാ, അതെങ്കിലും സമ്മതിച്ചല്ലോ. ഗൈസ് കേട്ടല്ലോ, ഞാൻ ഫുൾ ടൈം അടുക്കളയിലാണ്, ഞാൻ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അത് സമ്മതിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന്. കുഞ്ചുന് ചില വീഡിയോയിലെ പറച്ചിലേട്ടാത്തൊന്നും ഞാൻ ഒന്നും ഉണ്ടാക്കി തരാറില്ല. അടക്കൊന്നും വേണ്ട, തന്നെ ആയിക്കോളും. ചില വീഡിയോയില് പറയും ഞാൻ ഒന്നും ഉണ്ടാക്കി തരില്ല എന്നുള്ളൊരു വർത്തമാനം ചിലതിൽ കാണും. അറ്റ്ലീസ്റ്റ് സമ്മതിച്ചല്ലോ ഞാൻ ഉണ്ടാക്കി തരാറുണ്ടെന്ന്. എപ്പോ ഏതെങ്കിലും കപ്പിൾ ഇന്റർവ്യൂവിൽ പോയിട്ട് ശ്വാസക ഉണ്ടാക്കുന്നതിൽ ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ വായയിലും മത്തങ്ങ ഇട്ട പോലെ ഒന്നും കിട്ടില്ല. കാരണമുണ്ട്, അതായത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന ഓരോരോ ഫുഡാണ് അല്ലേ. അതായത് ഒരു സാധനം 2 വർഷം ഉണ്ടാക്കില്ല, അടുത്ത വർഷം ഉണ്ടാക്കി കംപ്ലീറ്റ് വരും. ഈയിടെ എന്തോ ചിക്കൻ ഉണ്ടാക്കി തന്നു, അത് നല്ല ടേസ്റ്റ്. ചിക്കൻ ടിക്ക കറിയിൽ വെച്ച സാധനമാണ്. ഇനിയിപ്പോ അടുത്ത വർഷം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അറിയോ? ഇല്ല, അവൾക്ക് കൂടെ റെസിപ്പി അറിയാം. പിന്നെ ഞാൻ എന്ത് ഫുഡ് പറയും? എന്താ ഇൻസ്റ്റന്റ് റെസിപ്പിയാണത്. കാരണം ഞാനിങ്ങനെ മനസ്സിൽ ഓക്കെ ഇന്ന് ഇത് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ എനിക്ക് അപ്പൊ തോന്നുന്ന സാധനങ്ങളൊക്കെ എന്റെ കയ്യിലിട്ട് കാട്ടുന്നൊക്കെ കുഴച്ച് ഞാൻ ഉണ്ടാക്കും. നെക്സ്റ്റ് ടൈം യു വോണ്ട് ഗെറ്റ് ദാറ്റ് ടേസ്റ്റ്. ബിക്കോസ് ഓരോ പ്രാവശ്യം ഓരോ പുതിയതാണ് എന്റെ ലൈഫ്, എന്റെ ജീവിതം, എന്റെ കുക്കിംഗ് എല്ലാം. അല്ല, അപ്പൊ അങ്ങനെ പറയണം, അന്ന് ഉണ്ടാക്കിയ ചിക്കൻ കറി അടിപൊളിയാണ്. ഇതിങ്ങനെ പറ, ഓഡിയൻസിനോട് പറ, ഈ റീസെന്റ് ഉണ്ടാക്കിയ ചിക്കൻ ടിക്ക വിത്ത് നാടൻ കറിയുടെ ടേസ്റ്റിനെ കുറിച്ച്. അതാണ് സംഭവം. ചിക്കൻ കറി, ചിക്കൻ ടിക്ക ടേസ്റ്റ്. ഇവൾക്കൂടെ ചിക്കൻ ടിക്ക ആണ്. ഇവള് വെജിറ്റേറിയൻ ആണ് ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക്. പക്ഷെ എന്നിട്ട് അവള് കഴിച്ചില്ല, ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ നല്ലതായിരുന്നത് ചിക്കൻ. ഭാഗ്യം, ഇനി എനിക്ക് മരിച്ചാ മതി. അയ്യോ വേണ്ട, ഇനിയല്ല, ഇനി എനിക്ക് സന്തോഷത്തിൽ ആറാടാം. ബിക്കോസ് കുഞ്ചു സമ്മതിച്ചിരിക്കുന്നു. അത് വെള്ളം വേണം, അതുകൊണ്ടാണ് നമ്മൾ കൂട്ടി വെക്കുന്നത്. അപ്പൊ കൂട്ടി വെക്കുമ്പോ വെള്ളം പെട്ടെന്ന് തിളച്ച് പോവും. തിളച്ച് അങ്ങനെ കണ്ടിട്ടില്ലേ നീരാവിയായി പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ 1 മണിക്കൂർ ഇരിക്കേണ്ടി വരും. ഉറങ്ങണ്ടേ? ഇത് തിന്നിട്ട് വേണം ഉറങ്ങാൻ. അല്ല, ഇപ്പൊ ഉറക്കം പോയില്ലേ? അതല്ല, അതാ പറയാം, ഒന്നും എനിക്ക് ഉറക്കം പാടുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. നാളെ അവധിയാണെന്ന് പറഞ്ഞു ചുമ്മാ ഓവറാക്കി. എന്നാലും എന്താണ് കുഞ്ചു ഈ മാഗി ഞാൻ എങ്ങനെ കഴിക്കും? ഇങ്ങനെ പ്രാവി തരുന്ന മാഗി ഞാൻ എങ്ങനെ കഴിക്കും? നീ മാഗി കഴിച്ച് നീ കിടന്നു, ഞാൻ അവിടെ കണ്ടു. നിന്നെ വിളിച്ചോടത്ത് മാഗി ഉണ്ടാക്കുക മനസ്സിലാവുന്നില്ല. ഇളക്കല്ലേ, ഇത് എന്താ പായസം? ഇളക്കണ്ട, അത് തന്നെ ആയിക്കോളും. കൂടുതൽ ഇളക്കല്ലേ. ഒരു മാഗി ഉണ്ടാക്കി തരണേന് ഞാൻ കേൾക്കുന്ന പരിഭവവും പട്ടപ്രാന്തും എന്തൊക്കെയാണ്. ഇത് എങ്ങനെ ഞാൻ കഴിക്കും? അല്ല, അതൊക്കെ ഒരു സെൻസിൽ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? അത് റബ്ബർ ബാൻഡ് എടുക്കുന്നത്. അതൊക്കെ ഞാൻ ചെയ്യാം. കുഞ്ചുവിനെ കൊണ്ട് ഈ ടെക്നിക്ക് ഒന്നും പറ്റില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ കുഞ്ചുവിന് പറ്റുള്ളൂ. ഹാക്ക് എന്ന് പറയില്ലല്ലോ. ഐ നോ ഓൾ ദ ഹാക്സ്. അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്. ഈ 2 മിനിറ്റ് മാഗി എന്ത് കളിക്കലല്ലേ? ശരിയാ, കറക്റ്റ്. പരസ്യം മാത്രമേ ഉള്ളൂ. വീഡിയോയില് 1 മിനിറ്റ് ആയതുള്ളൂ. അല്ല, 1 മിനിറ്റ് 24 സെക്കൻഡ്. ഇളക്കല്ലേ മോന്. യെസ്, അങ്ങനെ നമ്മുടെ പ്രേം സ്പെഷ്യൽ മാഗി ഈസ് റെഡി. പിന്നെ ഞാനിനി മുട്ടയും കൂടെ ഇടാക്കാൻ പറഞ്ഞ സ്പെഷ്യൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞ എന്നെ പ്രാവി കൊന്നാലും. എന്നാലും കുഞ്ചു എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്ന സാധനമാണിത്. ഡു യു നോ? വേറെന്തുണ്ടാക്കി തന്നേക്കണേ? മുട്ട എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ, ഞാനൊരു പ്രത്യേക സ്ക്രാബിൾഡ് എഗ്സ് ഞാൻ ഉണ്ടാക്കാം. പക്ഷെ ഇൻസ്റ്റന്റ് സ്റ്റോറി ഇട്ടായിരുന്നു. ശരിയാ. ഞാനിപ്പം ബോറടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പോണേ? ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ചുവിന്റെ മറ്റേ ഓട്സ്, ഓവർനൈറ്റ് ഓട്സ്, പ്രോട്ടീൻ ഓട്സ്. ഡോക്ടർ DC പ്രോട്ടീൻസ് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ്. കണ്ടോ ഇപ്പൊ എണിച്ചുകൊണ്ട് ഗുണമുണ്ടായില്ലേ? ഞാൻ അല്ലെങ്കിൽ രാവിലെ വേറെ എന്തെങ്കിലും ചെയ്തതാണ്. നീ എന്നെ കൊണ്ട് ഉറക്കം കളഞ്ഞിട്ട് എനിക്ക് ബോറടിക്കൊണ്ട് ഞാൻ ചെയ്തതാണ്. ആൽമണ്ട്സ് and raisins and കുറച്ച് cashew and milk. Good Life ന്റെ പാലല്ലേ? Very nice. പിന്നെ chia seed ഇടും. black seed എന്തെങ്കിലും
ആ ഇട്ടോ എല്ലാ സീഡും ഇട്ടോ, ആരോഗ്യം അങ്ങ് പോരട്ടെ. ഓഫ് ചെയ്തോ? ആ ഓഫ് ചെയ്തു മതി. ആ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാം നല്ലതിന്. അതെ. അങ്ങനെ നമ്മുടെ ചുടു ചുടു മാഗി ഈസ് റെഡി. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയോ ഞാനിങ്ങനെ ലേറ്റ് നൈറ്റ് അല്ല മാഗി കഴിക്കുന്ന വർഷങ്ങളല്ല, പക്ഷെ ഒരു ലേറ്റ് നൈറ്റ് ഇങ്ങനെ ഒരു ക്രേവിങ് കാണിക്കുന്നതും ലേറ്റ് നൈറ്റ് എണീച്ചിട്ട് ഈ പരാക്രമമൊക്കെ കാണിക്കുന്ന എത്രയോ നാളിന് ശേഷമുള്ള സ്വാസികയാണെന്നറിയോ. താങ്ക് യു. യാ വേണോ? കൊരന് വേണോ? കഴിക്കേ. ഞാൻ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് കുഞ്ചുവിൻ്റെ കൈ കൊണ്ട് എനിക്ക് ഉണ്ടാക്കി തരുന്ന മാഗി നല്ല ഒരു ഫുഡ് ഐറ്റമാണ് ഈ മാഗി. നമ്മുടെ ഈ 2 വർഷത്തെ കല്യാണ ജീവിതത്തിൽ ദ വെരി ഫസ്റ്റ് കുഞ്ചു ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്താണല്ലോ കുഞ്ചു അന്നൊക്കെ ആ ചിക്കൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ വരുന്ന സമയത്ത് അങ്ങനെ സമയം കിട്ടാറില്ലല്ലോ. മുട്ട ഉണ്ടാക്കി തരാന്ന് എനിക്ക് പറഞ്ഞിരുന്നു, പക്ഷെ അപ്പോഴും പിന്നെ മുട്ട കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് സമ്മതിച്ചില്ല. പിന്നെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. എന്തൊരു റൈസ് ഉണ്ടാക്കിയില്ലേ, മറ്റേ സ്റ്റിക്കി റൈസ് പോലെ ഫീൽ ചെയ്യിക്കുന്ന ഒരു റൈസ്, ചിക്കൻ്റെ കൂടെ. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് ഒരു സന്തോഷമൊക്കെ ആയി. What a comedy. You are a comedy man. Okay. എളുപ്പം കഴിക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ട്. കുഞ്ചു വേണേ എന്തെങ്കിലും എടുത്ത് കഴിക്കൂ. യോഗേട്ട് വേണോ? അപ്പോൾ എന്താ പറയാ, മിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അത് കഴിക്കുക, ഇത് കഴിക്കുക, ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം കട്ട് തിന്നാം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ല, അത് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാത്രി പാതിരാത്രികളിലൊക്കെ, എസ്പെഷ്യലി എനിക്ക് കൂടുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലാണ്. കൊച്ചി വർക്ക് ചെയ്ത സമയത്തായിരുന്നു. രാവിലെ അജയ് അവനല്ലെങ്കിൽ ഉറക്കമില്ല, രാത്രി ആകുമ്പോൾ പോവാടാ, വെടി പോവാണ്, തട്ടുകട കഴിക്കുക, സെസ്സിൻ്റെ അവിടെ പോയിട്ട് ഇപ്പം പാക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുക, ഓംപ്ലേറ്റ്, അത് ഇത്, ചായ കുടിക്കാൻ പോവുക. വിഷ്ണു ഉണ്ടായിരുന്ന സമയത്ത് അവനും അതുപോലെ രാത്രി ചായ കുടിക്കാൻ പോകുന്നത് കൊണ്ടുപോകും. അല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഇവൻ നമ്മൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ചായ കുടിക്കാൻ പോവായിരുന്നു. ട്രിവാൻഡ്രത്ത് പറ്റും, നമ്മുടെ നാട്ടിൽ പറ്റും ചായ. ഇവിടെ ചായക്കടയൊക്കെ രാത്രി അടക്കി ആക്കി. എനിക്ക് ചെന്നൈ കുറച്ചുകൂടെ രാവിലെ വെളുപ്പങ്കാലത്തൊക്കെ ചായക്കടയൊക്കെ എല്ലാം രാത്രി, പക്ഷെ അത്യാവശ്യം കടകളൊക്കെ അടയ്ക്കും. കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. തട്ടുകട സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും അത് 12 മണിക്ക് ശേഷം അത്ര ആക്റ്റീവ് അല്ല. ഉണ്ട്, ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഈ തട്ടുകടകളും കാര്യങ്ങളൊക്കെ. പക്ഷെ മിക്കതും അടയ്ക്കാറുള്ളത്. റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ കൂടെ 10 മണിക്കാകുമ്പോൾ മിക്ക റെസ്റ്റോറൻറ്റ്സും ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോടൊക്കെ. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ കുറെ പിന്നെയും ഓപ്ഷൻസ് ഉണ്ട് ലേറ്റ് നൈറ്റ് കഴിക്കാൻ പോവാണെങ്കിലൊക്കെ. എനിക്ക് ഇവിടെ കുറച്ചുകൂടെ അങ്ങനെ ലൈഫ് സ്റ്റൈൽ വേറെ ആയിട്ടാണ് തോന്നുന്നത്. ഉണ്ട്, പക്ഷെ നമ്മളിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവില്ല, കുറച്ച് ദൂരം അങ്ങനെയൊക്കെ ആയിരിക്കും. അതാ പറയാം, ഉണ്ട്, ഇല്ലെന്ന് ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ കുറച്ച് ലിമിറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ചായക്കട ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ചായയിൽ ഒതുക്കിയാനെ, പക്ഷെ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാഗിയിൽ ഒതുക്കുന്നത്. ചായ ഉണ്ടാക്കി ചായ കുടിക്കാൻ അവിടെ പോകും, അത് വണ്ടി എടുത്ത് പോകണം, ഞാൻ വരണ്ട അപ്പോഴും. അതിന് പേര് മാഗി അല്ലേ? അതെ. അപ്പം ഒരു വ്ളോഗുമായി ഉറക്കം പോയതുകൊണ്ട് ഒരു വ്ളോഗ് കിട്ടി. കുഞ്ചു ആദ്യമായിട്ട് എനിക്കൊരു സാധനം ഉണ്ടാക്കി തന്നു. അപ്പം അത് നമുക്കൊരു മൊമെന്റ് ആയി. അപ്പം എല്ലാം കൊണ്ട് നല്ലതല്ലേ ഇത്, അല്ലേ? ആണെന്ന് പറ എന്റെ മുഖത്ത് നോക്കി പറ. സോ അങ്ങനെ കുറെ നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടന്റിൽ നമുക്ക് കാണാം. ബൈ.